ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആണും പെണ്ണും മുഷക്കലായി ഇരിക്കുന്ന സ്വഭാവം പറ്റൂല. നിങ്ങൾ കണ്ടില്ലേ പരിപാടിക്ക് അവിടെ സഹോദരിമാർക്ക് എന്തൊരു സൗകര്യമാണ് പെടുത്തിയത്. ഓഡിറ്റോറിയങ്ങളിൽ സൗകര്യമുണ്ട്, പക്ഷേ നമ്മൾ ആളുകൾ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ്. മറകെട്ടാനും വേർതിരിച്ചിരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളുണ്ട്. നമ്മളെ മുതിർന്ന ആൾക്കാർ, കല്യാണത്തിന് നടത്തുന്ന ആൾക്കാർ പറയുന്നു ഒരു ദിവസമല്ലേ, അങ്ങനൊന്നും വേണ്ട, സൗകര്യം പോലെ കാര്യങ്ങളങ്ങ് നടന്നോട്ടെ എന്ന് പറയാണ്. ആണും പെണ്ണും മുഷക്കലായിരുന്നിട്ട് എന്തൊരു രീതി! അതിനൊക്കെ ഒരു ബഹുമാനം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നടത്തണം. ആ സ്റ്റേജില് കല്യാണത്തിന് എന്ന് പറഞ്ഞ് കെട്ടുന്നൊരു സ്റ്റേജില് കഴിക്കുന്ന ആളുകൾക്കൊക്കെ പ്രദർശന വസ്തുവാക്കി വെക്കേണ്ടതല്ല. കല്യാണം നടത്തുന്ന ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തിയിട്ട് എല്ലാവരും റാഹത്തോടെ കഴിച്ചോളൂ. ഇടക്കിടക്ക് ഓരോ ചോറ്റുരുള മുണുങ്ങുമ്പോ ഒന്നിങ്ങോട്ട് നോക്കണം. റാഹത്തിന് കിട്ടാൻ വേണ്ടി, ഒരു മാസ്മരികമായ സന്തോഷത്തിന് വേണ്ടി ഒരു പെണ്ണിനെങ്ങനെ പ്രദർശന വസ്തുവാക്കി. നഊദുബില്ലാ, ഇസ്ലാം എതിർക്കുന്ന തനിച്ച ഹറാമിയത്താണത്. തനിച്ച പാശ്ചാത്യൻ മോഡൽ സംസ്കാരമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പുതിയ പെണ്ണും പുതിയാപ്പിളയും നിക്കാഹിനും കല്യാണത്തിനും വരുന്നവരെ ഗേറ്റിന്റെ അടുത്ത് പോയി കൈകൊടുത്ത് സ്വീകരിക്കാണ്. ആരാ സഹോദരങ്ങളെ ഈ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്നത്? എവിടുന്നാണ് ഇതൊക്കെ ചേക്കേറി വന്നത്? ഇതൊക്കെ തഖ്വക്ക് എതിരാണ്. ലക്ഷക്കണക്കിന് രൂപ വാരി വിതറുമ്പോ നമ്മൾ ആലോചിക്കണം. കോടിക്കണക്കിന് ആസ്തിയുള്ള സ്വഹാബിമാര് ജീവിച്ച കാലത്ത് അവരിൽ ഏറ്റവും വലിയ ഔലിയാക്കള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി ഒന്ന് കാണട്ടെ. എത്രയാ മഹാന്മാരുടെ സ്വത്തിന്റെ ആസ്തി! അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാനാണ്. 500 ഒട്ടകങ്ങളുടെ പുറത്താണ് ചിലപ്പോ ഗോഡൌണിലേക്കുള്ള ചരക്ക് വരാറുള്ളത്. അത്രയും സ്വത്തുള്ള മഹാൻ അവർകളോട് കല്യാണത്തിന് സദ്യയുണ്ടാക്കാൻ പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി നോക്ക് നിങ്ങൾ. ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനറുത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണം. ഒരൊട്ടകന്ന് നബി തങ്ങൾക്ക് അറബി കിട്ടാത്തോണ്ടാ. ഒരാടിനറുത്തിട്ടെങ്കിലും ലളിതമായ ഒരു സദ്യ.